കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് TV-യുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് നിസ്സീമമായ സ്വാഗതം. മറ്റൊരു കമൻ്റാണ്, ജോലിയിൽ അപവാദങ്ങൾ വെച്ചാൽ നല്ല ജോലിയാണ്, നല്ല പൊസിഷനിലാണ്, നല്ല ശമ്പളമുണ്ട്, പക്ഷെ ഒരു ദിവസം പോലും അവിടെ ഒരു സ്വസ്ഥതയില്ല, ഓഫീസിൽ സ്വസ്ഥതയില്ല, ജോലി സ്ഥാപനത്തിൽ സ്വസ്ഥതയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള സാധ്യത? ആദ്യം ഗ്രഹനില വെച്ച് നോക്കും, പിന്നെ കവടി വെച്ച് നോക്കും. ആദ്യം കർമ്മഭാവം എങ്ങനെയുണ്ട്, നല്ല ഉദ്ദേശിക്കുന്ന നാട്ടിൽ ഗ്രഹനിലയിൽ പറഞ്ഞിരിക്കുന്ന നാട്ടിലുള്ള തൊഴിലാണോ ചെയ്യുന്നതെന്ന് നോക്കും. ഗ്രഹനിലയിലൊരു തൊഴിലിനോട് അതിനകത്തൊക്കെ ഉണ്ട്, യന്ത്രസാമഗ്രികളുള്ള തൊഴിൽ, ജലസംബന്ധമായിട്ടുള്ള തൊഴിലുകൾ, വായു സംബന്ധമായിട്ടുള്ള തൊഴിൽ, ആകാശമാർഗത്തിലൂടെയുള്ള തൊഴിലായിരിക്കും കിട്ടുക. അന്യദേശവാസം, ജലം കടന്നു പോകാനുള്ള യോഗമുണ്ട്, സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ദുരിതം, ഇത് അർഹിക്കുന്ന ജോലിയാണോ കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ ഗ്രഹനില പരിശോധിച്ചും, ഇനി അഥവാ അർഹിക്കുന്നതല്ല എങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കവടി വെച്ചുമാണ് നോക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരോടും നേരിട്ട് വരിക, അല്ലെങ്കിൽ നല്ലൊരു ജ്യോത്സ്യനെയൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ അടുക്കൽ വരണമെന്ന് മാത്രം ഞാൻ ഒരിക്കലും പറയാറില്ല. നിങ്ങൾ അടുത്തുള്ള ഉത്തമനായ നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് നോക്കിയാൽ മതി. അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ഗ്രഹനിലയും കവടി വെച്ച് നോക്കി അതിലെന്താണ് തെളിയുന്നത് അതനുസരിച്ച്. പിന്നെ പൊതുവായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടകശനി, ഏഴരശനി. ഏഴരശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷമാണ്. കണ്ടകശനി എന്ന് പറഞ്ഞാൽ 2.5 വർഷമാണ്. ഇവിടെ തന്നെ ഒരു പുണർന്ന നക്ഷത്രക്കാരെ എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പം കണ്ടകശനിയാ, അടുത്ത ഒരു ചോദ്യം പെട്ടെന്നാണ് വന്നത്, ഇനി ഏഴരശനി വരുമോ, എപ്പോഴാണ്? ഇപ്പം കണ്ടകശനിയാണ്, ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ച് ഉടൻ തന്നെ ഇനി ഏഴരശനിയോട് വരുമോ എന്ന്. ഞാൻ പറഞ്ഞു ഉടനെ ഇല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 1.5 വർഷം കൂടെ കഴിയട്ടെ, അന്നേരം ചിലപ്പോൾ ഏഴരശനി വന്നേക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തെ ഏഴരശനി എന്ന് വെച്ചാൽ പിന്നെ പുണർന്ന നക്ഷത്രമായപ്പോൾ മിഥുനക്കൂറാണെങ്കിൽ മിഥുനക്കൂറിൻ്റെ 12-ലും ജന്മത്തിലും 2-ലും ശനി വരുമ്പോഴാണ് ഏഴരശനി വരിക. ശനി ഒരാളുടെ ജീവിതത്തിൽ 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം വരത്തുള്ളൂ കണ്ടകശനി, ഏഴരശനി വരുന്നത്. അത് വന്നിരിക്കുക, അത് ഉറപ്പാണ്. 3-ൽ കൂടുതൽ പ്രാവശ്യം മരണം സുനിശ്ചിതമാണെന്നൊക്കെയാണ് പറയപ്പെടുക. അതൊക്കെ വെച്ചിട്ടാണ് പഴയ കാലത്ത് ജാതകങ്ങളൊക്കെ ഗണിക്കും മറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫീസിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും, ഓഫീസിൻ്റെ വർക്ക് തീരാതിരിക്കുക, അത് എല്ലാവർക്കും ഉണ്ടെന്ന്. എല്ലാവരും ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ദിവസം എനിക്ക് ഒരുപാട് ആളുകൾ കാണും. ആ ഒരുപാട് ആളുകളെ ചിലപ്പോൾ ഞാൻ 5 മണി കൊണ്ട് വിടും. ചില ദിവസം 1 അല്ലെങ്കിൽ 10 പേരെ കാണത്തുള്ളായിരിക്കാം. പക്ഷെ ആ 10 പേരെ വിടേണ്ട ചിലപ്പം രാത്രി സമയമാകും ചിലപ്പം വിടണമെങ്കിൽ. കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. എല്ലാവരുടെയും അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ കേട്ടതിന് ശേഷം വേണം. അതെന്താണെന്ന് വെച്ചാൽ ഗ്രന്ഥങ്ങളിൽ പോലും സ്വർണ്ണാദി കാഴ്ചകൾ ഒന്നിക വെച്ച് മുമ്പിൽ ആകാംക്ഷത്തെ വഴി പോലെ പറഞ്ഞിടണമെന്നാണ്. ഒരു നാണയമോ എന്തെങ്കിലും ഒരു ജ്യോതിഷൻ്റെ മുമ്പിൽ വെച്ച്, ഇന്ന് സ്വർണ്ണമൊന്നും വെക്കത്തില്ല, പഴയ കാലത്തൊക്കെയാണ് രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഒരു സ്വർണ്ണ കോയിനോ അല്ലെങ്കിൽ ഒരു നാണയമൊക്കെ വെക്കുന്നത്. സ്വർണ്ണാദി കാഴ്ചകൾ ഒന്നിക വെച്ച് മുമ്പിൽ ആകാംക്ഷത്തെ നിങ്ങളുടെ ആകാംക്ഷ എന്താണ്, നിങ്ങൾക്ക് കാര്യം എന്താണ് അറിയേണ്ടത്. അപ്പോഴാണ് ജ്യോതിഷൻ എന്താ ചെയ്യുന്നത്, സ്വസ്ഥചിത്തനതായിട്ടിരിക്കണമെന്നാണ്. സ്വസ്ഥമായിട്ട് ഞാനിവിടെ സ്വസ്ഥനായിട്ടിരുന്നെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഫലം പറയാൻ പറ്റുള്ളൂ. വരുന്നവരൊക്കെ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് വിടണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ജ്യോതിഷനെ കാണുമ്പോൾ, ഒരു ജ്യോതിഷൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഇച്ചിരി സമാധാന ചിത്തത്തോടു കൂടി ആ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോരാൻ വേണ്ടിയാണ് നമ്മളവിടെ ചെല്ലുന്നതെന്നുള്ള മനസ്സിരുത്തി വേണം അവിടെ ചെല്ലാനായിട്ട്. അപ്പോൾ സാവകാശം കൊടുത്ത് ജ്യോതിഷനും ടെൻഷനും മറ്റു കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെയൊക്കെ വിളിച്ച് അഖിലമായിട്ടുള്ള കവടിയൊക്കെ ആരൂഢിച്ച് കവടിയെ തലോടി രാശി എടുത്തിട്ട് ശേഷമാണ് പറയാം. അപ്പോൾ ഈ കണ്ടകശനി ഞാൻ പറഞ്ഞു വന്ന ജോലി സംബന്ധമായിട്ട് കണ്ടകശനി, ഏഴരശനി സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകാം, പ്രമോഷൻ ഉണ്ടാകാം, ഡിപ്രമോഷൻ ഉണ്ടാകാം. സർക്കാർ ജോലിയാണെങ്കിൽ തന്നെയും കസേരയൊന്ന് മാറ്റിയിടാനുള്ള അവസ്ഥ ഏഴരശനി, കണ്ടകശനി. അത് ശനി ഗ്രഹനിലയിൽ എങ്ങനെയാണ് ബലം പ്രാപിച്ചിരിക്കുന്നത് അതനുസരിച്ച് വരുത്തുള്ളൂ. അങ്ങനെയാണ് ജോലിയിൽ പിരിമുറുക്കങ്ങളെ മറ്റു കാര്യങ്ങളുണ്ട് സമയത്ത് ചെല്ലാതിരിക്കുക.
ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് പഴികേൽക്കുക, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഫയലുകളും മറ്റു കാര്യങ്ങളും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക. എന്തൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അതിങ്ങനെ ഈ കണ്ടകശനി, ഏഴരശനി ഇങ്ങനെയൊക്കെയുള്ള മോശഗ്രഹങ്ങൾ, അഷ്ടമത്തിലെ ശനി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാകുന്നതെന്ന് വേണം ആദ്യം വിചാരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു ശനിയെ ഒരു ജ്യോത്സ്യനും മാറ്റാൻ പറ്റില്ല. ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാൽ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യാം, അല്ലാത്തതിനൊക്കെ പൂജയാണ് വിധി, സംശയമില്ലാത്ത കാര്യമാണ്. അത് കോടികളിൽ ലക്ഷങ്ങളും 50,000 10,000 കൊടുത്തു നടത്തണമെന്ന് ഞാൻ പറയില്ല. മാക്സിമം ഒരു പൂജയ്ക്ക് വേണ്ടി സാധനം 10,000 20,000 രൂപയ്ക്കകത്ത് നിൽക്കുന്ന 25,000 രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഏത് പൂജയാണെങ്കിലും സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ കൂടുതലൊന്നും ഒന്നും ആകത്തില്ല. ഒരു ഗണപതിയൊരുക്ക് വേണം, പിന്നെ ജപമാണ്, പിന്നെ അവരവർ ചെയ്യുന്നതാണ് അല്ലേ. അവരവർ ചെയ്തത് ഫലമാക്കി കൊടുക്കുകയെന്ന്. ഗണപതിക്ക് ഒരുപാട് പഴങ്ങളൊന്നും വെക്കണമെന്നില്ല. 7 പഴം വെച്ചാലും ഗണപതി സ്വീകരിക്കും. 100 ഗ്രാം അവൽ വെച്ചാലും ഗണപതി സ്വീകരിക്കും. 2-3 തേങ്ങാക്കൊത്ത് വെച്ചാലും ഗണപതി സ്വീകരിക്കും. പിന്നെ ഹോമിക്കാനുള്ള ചമതകൾ അത് എണ്ണമാണ്. അത് കൃത്യമായിട്ട് 108 എണ്ണമെങ്കിൽ അങ്ങനെ, 54 എണ്ണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നമ്മൾ 16 അല്ലെങ്കിൽ 21 എണ്ണമാണെങ്കിൽ അങ്ങനെ മൃത്യുഞ്ജയമൊക്കെ നടത്തുമ്പോൾ, ഇപ്പം കുരുതിയൊക്കെ നടത്തുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ വെട്ടി തീർപ്പുകൾ കൽപ്പിക്കുന്ന സമയത്താണെങ്കിൽ ആദ്യം ശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും സുഹൃത ഹോമമെങ്കിൽ സുഹൃത ഹോമം, സുദർശനമെങ്കിൽ സുദർശനം ഹോമിക്കും. ഒരു സുദർശനം ഹോമിക്കുന്നതിന് എത്ര രൂപ കാശാവും? 1.5 കിലോ നെയ്യാവും മാക്സിമം. പിന്നെ സംവാദം സ്പർശിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പുറക്കളത്തിൽ പോയി പന്തം കൊളുത്തി ഇങ്ങനെയൊക്കെയാണ് ആവാഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ജോലിയിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ ഉണ്ട്, കുരുതി വെട്ടിത്തീർപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാര്യം അവിടെ വന്നിരിക്കുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരവസ്ഥ എന്ത് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ ആ ബാധ, എന്ത് നമ്മളെ ബാധിക്കുന്നോ അതെല്ലാം ബാധയാണ്. ആ ബാധയൊക്കെ നമ്മൾ ആവാഹിച്ചുച്ചടിച്ച് സുഹൃത ഹോമമൊക്കെ കഴിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ ജോലിയിലൊക്കെയുള്ള വിഷയങ്ങളൊക്കെ മാറി കിട്ടാനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വിഷയമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.